1925 പ്രസിദ്ധീകരിക്കപ്പെട്ട പാവങ്ങൾ എന്ന വിവർത്തിത നോവൽ ആധുനിക മലയാള സാഹിത്യത്തിലെ ആദ്യ ക്ലാസിക് നോവലാണെന്ന് പറയാം. ഇതൊരു വൈരുദ്ധ്യമാണ്. കാരണം മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ക്ലാസിക് നോവൽ മലയാള ഭാഷയിൽ നിന്നല്ല മറ്റൊരു ഭാഷയിൽ എഴുതപ്പെട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതിയാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. പക്ഷേ പാവങ്ങളെ ആ നിലയിലാണ് നമുക്ക് പ്രാഥമികമായി അടയാളപ്പെടുത്താൻ കഴിയുക എന്ന് ഞാൻ കരുതുന്നു. കാരണം മലയാളിയുടെ ഒരു സാംസ്കാരിക ചരിത്രത്തിൽ ഉപപാഠങ്ങളായി പ്രവർത്തിച്ച ആദ്യത്തെ ടെക്സ്റ്റ് ഒരു പക്ഷേ പാവങ്ങളായിരിക്കും. 1925 നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന കൃതി വിക്ടർ ഹ്യൂഗോയുടെ വിശ്വപ്രസിദ്ധമായ ലാ മിറാബിളെ എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. അവിടെ നിന്നിങ്ങോട്ട് 100 വർഷക്കാലം, ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു വായനാ ചരിത്രം പാവങ്ങളുടെ മലയാള വായനയ്ക്കുണ്ട്. പാവങ്ങൾ യൂറോപ്പിലേതുപോലെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടനെ വലിയ നിലയിൽ സ്വീകരിക്കപ്പെട്ട ഒരു സമൂഹമല്ല കേരളീയ സമൂഹം എന്നുള്ളത്. 1862 ഫ്രാൻസിൽ ഈ നോവൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ലാ മിറാബിളെ എന്ന നോവലിൻ്റെ ആദ്യത്തെ 2 വോള്യം പുറത്തു വരുന്നത് 1862. അപ്പോൾ ഇത് പുറത്തു വരുന്ന സന്ദർഭത്തിൽ ഫ്രാൻസിൽ വിക്ടർ ഹ്യൂഗോ ഇല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ മറ്റൊരു സ്ഥലത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മറ്റൊരു ദ്വീപിലാണ് അദ്ദേഹം അക്കാലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയ കാരണത്താൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. എങ്കിലും ഈ നോവൽ പുറത്ത് വന്നപ്പോൾ അത് ആദ്യത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ, ഇപ്പോൾ സിനിമ വരുന്നതിന് മുമ്പുള്ളൊരു ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ ചില പഠിതാക്കൾ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. ആ നിലയിലാണ് ഈ നോവൽ സ്വീകരിക്കപ്പെട്ടത് യൂറോപ്പിൽ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വരവിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രസാധന പദ്ധതി തന്നെ ഇതിൻ്റെ പ്രസാധകർ ഈ നോവലിൻ്റെ റിലീസിങ്ങിന് മുന്നോടിയായിട്ട് പാരീസിലുടനീളം, യൂറോപ്പിലുടനീളം, പ്രത്യേകിച്ച് ഫ്രാൻസിലുടനീളം അവരൊരു പദ്ധതി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വിക്ടർ ഹ്യൂഗോ എന്ന എഴുത്തുകാരനും അതിനു മുമ്പ് തന്നെ ഫ്രാൻസിൽ വലിയ നിലയിൽ അറിയപ്പെടുന്നുണ്ട്. റൊമാൻറ്റിക് പോയറ്റ് എന്നുള്ള നിലയിലും ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ ദാർശനിക ചിന്തകൻ എന്നുള്ള നിലയിലും ഫ്രാൻസിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. പാവങ്ങൾ ലാ മിറാബിളെ എന്ന നോവൽ വരുമ്പോൾ അതുകൊണ്ട് തന്നെ വിക്ടർ ഹ്യൂഗോയുടെ മാസ്റ്റർ പീസ് വരുന്നു എന്നുള്ള നിലയിലുള്ള വലിയ പ്രചാരണം ഫ്രാൻസിലുടനീളം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ നോവൽ വലിയ വിജയമായി അവിടെ മാറുകയും ചെയ്യുന്നുണ്ട്. 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷിലേക്ക് ഇതിൻ്റെ വിവർത്തനം വരുന്നു. അത്തരം ഒരു 7 വിവർത്തനങ്ങളോളം ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. അതിലൊരു വിവർത്തനത്തെയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ ഉപജീവിക്കുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിൽ ഇത് വിജയിച്ചതുപോലെയുള്ള ഒരു വലിയ വിജയം 1925 മലയാളത്തിൽ ഈ നോവൽ വരുമ്പോൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ആ സമയത്ത് ഇതിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. ഒരു പക്ഷേ ഈ നോവലിനെ കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും ആധികാരികമായ ആദ്യത്തെ പഠനം എന്ന് പറയാൻ പറ്റുന്നത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ താരതമ്യേന ദീർഘമായ ഒരു പഠനമാണ്. 1940കളുടെ മധ്യത്തിലാണ് അദ്ദേഹം അത് എഴുതുന്നത്. ആ കുറ്റിപ്പുഴയുടെ പഠനത്തിനകത്ത് കുറ്റിപ്പുഴ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ ആദ്യഘട്ടത്തിൽ വലിയ നിലയിൽ വിമർശിക്കപ്പെട്ടു എന്നുള്ളത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇത് മലയാളത്തമുള്ള ഒരു കഥാപരിസരമോ അല്ല. 2, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്നത് മലയാള ശൈലി, അതുവരെയുള്ള മലയാളത്തിൻ്റെ ഗദ്യശൈലിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വലിയ നിലയിൽ അന്യവൽക്കരിക്കപ്പെടുന്ന, വായനക്കാർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്തൊരു ഒരു 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 കോട്ട പോലെയാണ് വായനക്കാർ ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ അധികം വൈകാതെ ഒരു 1930കളുടെ മധ്യകാവുന്നതോടുകൂടി പാവങ്ങൾ എന്ന നോവൽ വലിയ നിലയിൽ മലയാളികൾക്കിടയിൽ വായിക്കപ്പെട്ടു തുടങ്ങി എന്ന് മാത്രമല്ല, മലയാളിയുടെ മതബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയും ആഴത്തിൽ സ്വാധീനിക്കാൻ പാവങ്ങൾ എന്ന നോവലിന് കഴിഞ്ഞു. ഞാൻ 2 ഉദാഹരണം പറയാം. ഇപ്പോൾ ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയിൽ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത്, ബാലികയായിരുന്ന സമയത്ത് പാവങ്ങൾ വായിക്കുകയും പാവങ്ങളിൽ ഡീലെ മെത്രാൻ എന്ന കഥാപാത്രത്തിൽ ഞാൻ അങ്ങേയറ്റം ആകൃഷ്ടയാവുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയുന്നത്, ഞാൻ വൈകുന്നേരം സന്ധ്യാവന്ദനത്തിന് ശേഷം ദേവതാ നമസ്കാരങ്ങൾ നടത്തിയതിന് ശേഷം, കൃഷ്ണനെയും അല്ലെങ്കിൽ രാമനെയും ഒക്കെ വന്നിച്ച് കഴിഞ്ഞതിന് ശേഷം ഡീലെ മെത്രാനും നമസ്കാരം പറയുമായിരുന്നു ബാലികയായിരുന്ന ദേവകി നിലയങ്ങോട് എന്നവരുടെ ആത്മകഥയിൽ അവർ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ മതബോധത്തെ, മതവിശ്വാസികളുടെ മതബോധത്തെ നിർമ്മിക്കുന്ന നിലയിൽ
അല്ലെങ്കിൽ അതിനെ നിർണ്ണയിക്കുന്ന നിലയിൽ ഇത് ഇടപെട്ടു, ഈ നോവൽ ഇടപെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ വളരെ പ്രസിദ്ധമായ നിരീക്ഷണം, അത് കുട്ടിക്കൃഷ്ണമാരാർ ആവർത്തിക്കുന്ന നിരീക്ഷണം നമുക്ക് അറിയാവുന്നതാണ്. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് പോലെ വിളക്ക് കൊളുത്തി വെച്ച് വായിക്കേണ്ട ഒന്നാണ് ഈ നോവൽ എന്ന് വള്ളത്തോളും പിന്നീട് കുട്ടിക്കൃഷ്ണമാരാരും അത് ആവർത്തിക്കുന്നു നമുക്കറിയാം. അങ്ങനെ മലയാളിയുടെ മതബോധത്തിൽ ഇത് ഈശ്വര വിശ്വാസത്തിലോ ദൈവവിശ്വാസത്തിലോ ഒക്കെ വലിയ നിലയിൽ ഇടപെടുന്നത് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നു. മറുഭാഗത്ത് നമ്മുടെ ഒരു രാഷ്ട്രീയ എന്താ പറയുക, രാഷ്ട്രീയ ധാരണകൾ രൂപീകരിക്കുന്നതിനകത്തും പാവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ചെറുകാടിൻ്റെ ആത്മകഥയിലെ ഒരു അധ്യായത്തിൻ്റെ പേര് പാവങ്ങൾ എന്നാണ്. ജീവിതപാതയിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ പാവങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആ അധ്യായത്തിൽ അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഓർത്തെടുക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാവങ്ങൾ വായിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് പാവങ്ങൾ വായിച്ചതിന് ശേഷം എനിക്ക് ഈ ലോകത്തെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചെറുകാടാവട്ടെ, EMS ആവട്ടെ, ദാമോദരനാവട്ടെ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നവോത്ഥാന അനന്തര കേരളീയ രാഷ്ട്രീയ ഘടനയെ രൂപീകരിച്ചെടുത്ത വലിയ രാഷ്ട്രീയ നേതൃത്വത്തെയൊക്കെ സ്വാധീനിക്കാൻ, അവരുടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശേഷിയെയും രാഷ്ട്രീയ ദാർശനികതയെയും സ്വാധീനിക്കാൻ ഈ കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാഗത്ത് മതവിശ്വാസികളെയും മറുഭാഗത്ത് ആധുനികമായ ഒരു സമത്വപൂർണമായ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ഇടപെടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു കൃതിയായിട്ട് ഈ നോവൽ പതുക്കെ മാറിത്തീർന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ മലയാള സാഹിത്യത്തെ പല നിലയിൽ ഇത് സ്വാധീനിക്കേണ്ടായി. 1938 കെ ദാമോദരൻ്റെ പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം പുറത്തു വരുന്നത്. പാട്ടബാക്കിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാട്ടബാക്കി പുറപ്പെട്ടു വരുന്നത് പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് എന്ന് കാണാം. പാട്ടബാക്കി മുതൽ വേണമെങ്കിൽ ഈ കുറച്ച് വർഷം മുൻപ് പുറത്തു വന്ന അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർക്കടവ് വരെയുള്ള നോവലിലും ഇത്തരം ആഖ്യാനങ്ങളിലെല്ലാം തന്നെ പാവങ്ങൾ, NS മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ പോലെയുള്ള കഥയിൽ ഒക്കെ പാവങ്ങളുടെ പല നിലയിലുള്ള സ്വാധീനം നമുക്ക് കാണാം. ജന്മദിനം എന്ന ബഷീറിൻ്റെ കഥയിൽ പാവങ്ങൾ നേരിട്ട് തന്നെ സൂചനയായിട്ട് വരുന്നുണ്ട്. ബഷീറിലോ തകഴിയിലോ കേശവദേവിലോ പൊൻകുന്നം വർക്കിയിലോ ലളിതാംബിക അന്തർജനത്തിലോ ഒക്കെ അവരുടെയൊക്കെ കഥകളുടെ പുറകിൽ പാവങ്ങളുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മണ്ഡലം നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ നമ്മുടെ മതബോധത്തെ, നമ്മുടെ സാഹിത്യ ബോധത്തെ, നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ, മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തെ ഒക്കെ നിർണ്ണയിച്ച ഒരു കൃതിയായിട്ട് ഇത് മാറി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ക്ലാസിക് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം എന്നത്, മലയാളത്തിലൊരു ക്ലാസിക്കായി ഇതിനെ വിശേഷിപ്പിക്കാം എന്നുള്ളത്. ഇപ്പോൾ ക്ലാസിക് എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറ്റാലോ കാൽവിനോ പറയുന്നത് വൈ റീഡ് ക്ലാസിക് എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പഠനത്തിനകത്ത് എന്താണ് ക്ലാസിക്കിന് അദ്ദേഹം 14 നിർവചനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ആദ്യത്തേത്, അല്ലെങ്കിൽ 14 വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ആദ്യത്തെ വിശേഷണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും വായിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന കൃതി. ഒരിക്കലും ഞാൻ ആദ്യമായി വായിക്കുന്നു എന്ന് പറയാൻ കഴിയാത്ത, ഞാൻ വീണ്ടും വായിക്കുന്നു എന്ന് മാത്രം പറയാൻ കഴിയുന്ന ഒരു കൃതി ഉണ്ടെങ്കിൽ അതാണ് ക്ലാസിക് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സാമൂഹ്യ ബോധത്തിലോ നമ്മുടെ സാംസ്കാരിക പെരുമാറ്റങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിലോ ഒക്കെ ഈ കൃതിയുടെ പലതരം പാഠങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിലെ ഒരു മലയാളിക്കും ആദ്യമായി വായിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിത ആദ്യമായിട്ട് ഒരു മലയാളിക്കും വായിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ആദ്യമായി വായിക്കാൻ കഴിയില്ല. അതൊരു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ടെക്സ്റ്റ് കമ്പ് വായിക്കാൻ വേണ്ടി എടുത്തു വെക്കുന്നത് എങ്കിൽ പോലും ഈ കൃതി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഭിന്നമായ പാഠങ്ങൾ പലതും അതിനകം നമ്മുടെ ബോധ്യത്തിലോ ബോധങ്ങളിലോ ഉണ്ടാവും. ഇപ്പോൾ ഒന്നും കൂട്ടി എമ്മിന് വലിയ ഒന്ന് എന്നത് മലയാളത്തിലൊരു ശൈലി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്ത മലയാളി എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എന്ന് പറഞ്ഞാൽ ബാല്യകാല സഖി മലയാളിയുടെ അവബോധത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് ബാല്യകാല സഖി ആദ്യമായിട്ടൊരു മലയാളിക്ക് വായിക്കാൻ കഴിയില്ല എന്നതുപോലെ പാവങ്ങൾ ആദ്യമായി ഒരു മലയാളിക്ക് വായിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ അവബോധത്തിൽ ഇത് വലിയ നിലയിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ ക്ലാസിക്കാണ്, മലയാളത്തിൽ ആദ്യത്തെ ക്ലാസിക്കാണ് എന്ന് ഞാൻ ആരംഭത്തിൽ പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഞാൻ നോവലിലേക്ക് തിരിച്ചു വരാം. 1925 മലയാളത്തിൽ ഈ നോവൽ പുറത്തു വരുന്നു. ഈ നോവൽ ആദ്യത്തെ 10 വർഷം കാലത്തിന് ശേഷം വലിയ വിജയമായിട്ട് മാറുന്നു. അതിന് ഞാൻ പറഞ്ഞ പോലെ പല നിലയിലുള്ള റീഡേഴ്സ് ഉണ്ടാവുന്നു. അതിൻ്റെ റീഡിങ് ഹിസ്റ്ററി എന്നുള്ള വേറൊരു കാര്യമാണ്, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തായാലും വലിയ റീഡേഴ്സ് ഉണ്ടാവുന്നു ഈ നോവലിന്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഈ നോവൽ ഇത്രമേൽ വിജയിച്ചത്?
എന്തായിരിക്കാം അതിൻ്റെ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിക്ടർ യൂഗോ ഈ നോവലിൻ്റെ ആമുഖത്തിൽ, ഈ ആമുഖം വളരെ സവിശേഷമായ ഒരു ആമുഖമാണ്. കാരണം ഈ നോവൽ ഒരു ബൃഹത് നോവലാണ്. ബൃഹത് നോവൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഗോഥിക് ഗോപുരം പോലെ അനേകം ഇടനാഴികളും അനേകം മുറികളും അനേകം രഹസ്യ അറകളും ഒക്കെയുള്ള ഒരു വലിയ കോട്ട പോലെയുള്ള ഒരു നോവലാണ്. ഒരു ദുർഗമമായ കോട്ടയാണിത്. വാസ്തവത്തിൽ ഇതിൻ്റെ മലയാള വിവർത്തനം പോലും പൂർണ്ണമായി വായിച്ചു തീർക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും അത് നമ്മളെ എന്താ പറയുക, ഡിറ്റാച്ച് ചെയ്യും. ടെക്സ്റ്റിൽ നിന്ന് നമ്മളെ ടെക്സ്റ്റിൽ നിന്ന് ഒരു ഈസി റീഡബിൾ അല്ല, ലളിതമായി വായിക്കാൻ പറ്റുന്ന, സുഗമമായി വായിച്ചു പോകാൻ പറ്റുന്ന ഒന്നല്ല. കാരണം എന്താ വെച്ചാൽ ദീർഘമായ വിവരണങ്ങളാണ് പലയിടത്തും വരിക എന്നത് കൊണ്ടുകൂടിയാണ്. അത് പലപ്പോഴും ഇങ്ങനെ ടെക്സ്റ്റിൽ നിന്ന് ഇങ്ങനെ പുറത്താക്കിക്കൊണ്ടേയിരിക്കും. അതിലിങ്ങനെ മുഴുകി വായിക്കാൻ, രസിച്ച് വായിക്കാൻ പലപ്പോഴും ഈ നോവൽ അങ്ങനെ ഒരു രസിച്ച് വായിക്കൽ സാധ്യമല്ല എന്ന് വേണമെങ്കിൽ പറയാം. വിവരണങ്ങൾ, ദീർഘായ വിവരണങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർലൂ യുദ്ധത്തിൻ്റെ പേജുകളോളം നീണ്ടു നിൽക്കുന്ന വിവരണങ്ങൾ, അല്ലെങ്കിൽ പാരീസിലെ അഴുക്കുചാലുകളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ, ഇങ്ങനെയുള്ള വിവരണങ്ങൾ പലപ്പോഴും നമ്മെ മടുപ്പിക്കും. അതുകൊണ്ട് ഈസി റീഡബിളായ ഒരു കൃതിയല്ല പാവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദുർഗമമായ കോട്ടയുടെ ഒരു സ്വഭാവം ഈ നോവലിനുണ്ട്. അപ്പോൾ ഇത്രയും ബൃഹത്തായ ഒരു കൃതി, മലയാളത്തിലെ വിവർത്തനത്തിൽ തന്നെ ഏകദേശം 1600 പേജ്, ഇപ്പോൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച 2 വോള്യങ്ങളുള്ള പാവങ്ങൾക്ക് 1600-ഓളം പേജ് വലിപ്പമുണ്ട്. അത്ര വലിയൊരു കൃതിയാണ്. പക്ഷേ ആ കൃതിക്ക് അദ്ദേഹം വിക്ടർ യൂഗോ എഴുതി ചേർത്ത ആമുഖം ഒരു വാചകം മാത്രമാണ്. ഫ്രഞ്ച് ഭാഷയിൽ ഒറ്റ വാചകം മാത്രമാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം ദീർഘായ ഒരു ആമുഖം എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ പൂർത്തിയാക്കേണ്ടായില്ല. മുഖവുര എന്നുള്ള നിലയിൽ ആ ഒറ്റ വാചകം, വിക്ടർ യൂഗോയുടെ ഈ വാചകം കമ്പോട് അതേപടി വേർഡ് ടു വേർഡ് നാലപ്പാട്ട് നാരായണമേനോൻ മലയാളത്തിലെ വിവർത്തനം ചെയ്യുന്നുണ്ട്. ഞാനത് പൂർണ്ണമായിട്ടൊന്നും വായിക്കുന്നില്ല. അതിലൊരു കാര്യം പ്രധാനമാണ്. അപ്പോൾ വിക്ടർ യൂഗോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ നോവൽ എത്ര കാലം വായിക്കപ്പെടും? ഒരു പ്രത്യേക കാലം വരെ ഈ നോവൽ വായിക്കപ്പെടും. അത് 3 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നോവൽ വായിക്കപ്പെടും എന്നുള്ളതാണ് മുഖവുരയിൽ പറയുന്നത്. 3 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നോവൽ വായിക്കപ്പെടും. അതിനെ 3 ബിഗ് പ്രോബ്ലംസ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അതെന്തൊക്കെയാണ്? 1, പുരുഷന്മാർക്ക് വമ്പിച്ച ദാരിദ്ര്യത്താലുള്ള അധപ്പതനം. 2, സ്ത്രീക്ക് വിശപ്പ് കാരണം ഉണ്ടാകുന്ന മാനഹാനി. 3, കുട്ടികൾക്ക് അറിവില്ലായ്മയാൽ നേരിടുന്ന വളർച്ചക്കേട്. ഇവ 3ഉം നിലനിൽക്കുന്നിടത്തോളം കാലം, ലോകത്ത് എത്ര കാലം ഇത് 3 നിലനിൽക്കുന്നുണ്ടോ അത്ര കാലം ഈ നോവൽ വായിക്കപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി ഉള്ളിടത്തോളം കാലം, പീഡ ഉള്ളിടത്തോളം കാലം, ബാലവേല ഉള്ളിടത്തോളം കാലം, കുട്ടികൾക്ക് ശരിയായ നിലയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്തിടത്തോളം കാലം, പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ടാവുന്നിടത്തോളം കാലം, നീതി നടപ്പിലാക്കപ്പെടാത്ത ഒരു സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം പാവങ്ങൾ എന്ന് പറയുന്ന കൃതി വായിക്കപ്പെടും എന്ന് അദ്ദേഹം അതിന് ആമുഖത്തിൽ പറയുന്നു. ഈ 3 പ്രശ്നങ്ങൾ സമൂഹത്തെ എപ്പോഴൊക്കെയാണോ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, കൂടുതൽ രൂക്ഷമാവുന്നത്, അപ്പോഴൊക്കെ പാവങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും എന്ന് വേണമെങ്കിൽ പ്രവചന സ്വഭാവത്തിൽ അദ്ദേഹം പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഈ 3 പ്രശ്നത്തെയാണ് വാസ്തവത്തിൽ ഈ നോവൽ അഡ്രസ്സ് ചെയ്യുന്നത്. ദാരിദ്ര്യം, പീഡ, നീതി തുടങ്ങിയ ദാരിദ്ര്യത്തെയോ പീഡയെയോ നീതിയെക്കുറിച്ചുള്ള സങ്കല്പത്തെയോ ഒക്കെയാണ് ഈ നോവൽ അഭിമുഖീകരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളിതിലേക്ക് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് അർത്ഥം. അപ്പോൾ ഈ നോവൽ ഒരു നിലയിൽ ഈ നോവൽ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്തെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടാണ് ഡിയിലെ മെത്രാൻ എന്ന പുരോഹിതൻ കടന്നു വരുന്നത്. ഡി എന്ന നഗരത്തിലെ മെത്രാനായ ഡിയിലെ മെത്രാൻ എന്ന കഥാപാത്രം വരുന്നത്. അപ്പോൾ ആദ്യ ഭാഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കഥാപാത്രം അപ്രത്യക്ഷനാവുന്നുണ്ട്. ചെറിയൊരു സാന്നിധ്യം മാത്രമേ പ്രത്യക്ഷത്തിൽ ഈ കഥാപാത്രത്തിന് തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. അല്പം കഴിഞ്ഞ് വായനക്കാരായ നാം അറിയുന്നുണ്ട് അദ്ദേഹം മരിച്ചുപോയി, ഡിയിലെ മെത്രാൻ മരിച്ചുപോയി എന്നുള്ള. പക്ഷേ ഡിയിലെ മെത്രാൻ എന്ന ഈ കഥാപാത്രം ഈ നോവലിൽ ഉടനീളം ഒരു പരോക്ഷ സാന്നിധ്യമായി തുടരുന്നു. ഈ നോവലിൻ്റെ കഥ മലയാളികൾക്ക് എല്ലാവർക്കും ഏറിയും കുറഞ്ഞും അറിയാവുന്നതായിരിക്കും. അതിനൊരു കാരണം കൂടിയുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ കഥാപാത്രത്തിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ ഈ നോവൽ
പലപ്പോഴായി വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഉപപാഠ പുസ്തകങ്ങളായിട്ട് മലയാളികൾ ഈ പുസ്തകം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. 1950കളുടെ തുടക്കത്തിലാണ് എൻ കൃഷ്ണപിള്ള ഇരുളും വെളിച്ചവും എന്ന പേരിൽ പാവങ്ങളുടെ ഒരു സാരസംഗ്രഹം എന്ന പോലെ ഒരു ചെറിയ പുസ്തകം രണ്ട് വോള്യായിട്ട് എൻ കൃഷ്ണപിള്ള അതിൻ്റെ ഒരു സംഗ്രഹം എഴുതുന്നുണ്ട്. അത് അക്കാലം തൊട്ട് അത് ഹൈസ്കൂൾ ക്ലാസ്സിൽ അന്ന് പാഠപുസ്തകമായിരുന്നു. 1950 തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ ജനറേഷനും ഒന്നുകിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സാഹിത്യ പഠനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മലയാള പഠനത്തിൻ്റെ ഭാഗമായിട്ടോ ഈ നോവലിലെ ഒരു ഭാഗമെങ്കിലും എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ബിഷപ്പ് ആൻഡ് ദ കാൻഡിൽ സ്റ്റിക്കെന്നോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിലെ കഥ സാമാന്യൻ എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഏറെയും കുറഞ്ഞൊക്കെ അറിയാവുന്നതാണ്. ജീൻ വാൽജീൻ എന്നോ റാങ് വാൾ റാങ് എന്നോ പറയാവുന്ന റാങ് വാൾ റാങ് എന്നാണ് നാലപ്പാട്ട് നാരായണ മേനോൻ ആ പേര് എഴുതിയിട്ടുള്ളത്. ജീൻ വാൽജീൻ എന്നും മലയാളികൾ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ജീൻ വാൽജീൻ എന്നാണ് ആ പേര് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നത് എന്നതുകൊണ്ട് ജീൻ വാൽജീൻ എന്നുള്ള പ്രയോഗമുണ്ട്. അതിൽ ശരി തെറ്റുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ജീൻ വാൽജീൻ അല്ലെങ്കിൽ റാങ് വാൾ റാങ് എന്ന് പറയുന്ന ഒരു മുൻ കുറ്റവാളിയുടെ കഥയാണിത്. അയാൾ ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ജയിൽ വിമോചിതനാവുകയും ഞാനീ പറഞ്ഞ ഡി എന്ന് പറയുന്ന നഗരത്തിൽ എത്തിച്ചേരുകയും അവിടെ ഈ ഡിയിലെ മെത്രാനുമായി കണ്ടുമുട്ടുകയും ചെയ്യുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ഡിയിലെ മെത്രാൻ ഒരു മുൻ കുറ്റവാളിയായ റാങ് വാൾ റാങ്ങിനെ ഉടനീളം സ്വാധീനിക്കുന്നു. അദ്ദേഹത്തെ ഉടനീളം സ്വാധീനിക്കുകയും തന്നിലുള്ള കുറ്റവാളി എന്ന സ്വഭാവം, ആ സ്വഭാവത്തെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്ത് യേശുവിന് സമാനനായ ഒരു മനുഷ്യനായി ഈ കുറ്റവാളിയായ റാങ് വാൾ റാങ്ങിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ കഥ കൂടിയാണ്. അപ്പോൾ റാങ് വാൾ റാങ്ങിൻ്റെ ജീവിതത്തിലെ ഒരു യാത്രയാണ് വാസ്തവത്തിൽ ഈ പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ. ഈ യാത്രയിലൂടെ റാങ് വാൾ റാങ് ഉടനീളം പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഒരു രാസത്വരകം പോലെ, ഒരു കാറ്റലിസ്റ്റ് പോലെ ഈ മെത്രാൻ എന്ന സാന്നിധ്യം റാങ് വാൾ റാങ്ങിനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ റാങ് ലോകത്തിന് മുഴുവനായി ജീവിക്കുന്ന ഒരാളായിട്ട് അയാൾ പിന്നീട് ഒരു വലിയ നഗരത്തിൻ്റെ മേയറായി മാറുന്നുണ്ട്. അങ്ങനെ ദരിദ്രരായ കുട്ടികളെ എടുത്തു വളർത്തുന്ന, പ്രത്യേകിച്ചും കൊസത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെ തൻ്റെ മകളെപ്പോലെ എടുത്തു വളർത്തുന്ന ഒരാളായിട്ട്, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന, പീഡ അനുഭവിക്കുന്ന ആളുകളെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന ഒരാളായിട്ട് റാങ് മാറുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ റാങ്ങിൻ്റെ ഈ മാറ്റത്തിന്, ഈ മനപരിവർത്തനത്തിന് പുറകിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബലം എന്ന് പറയുന്നത് ഡിയിലെ മെത്രാൻ്റെ, വേണമെങ്കിൽ ഒരു പുരോഹിതൻ്റെ, ഒരു മത പുരോഹിതൻ്റെ ഒരു സാന്നിധ്യമാണ് എന്ന് പറയാം. ഈ സാന്നിധ്യം എങ്ങനെയാണ് എന്നിടത്താണ് ഈ നോവൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. കാരണം ഡി എന്ന നഗരത്തിൽ എത്തിച്ചേരുന്ന ഈ കുറ്റവാളിയായ റാങ് വാൾ റാങ്ങിന് 1815 നോവൽ ആരംഭിക്കുന്നത്. 1835 നോവൽ അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 20 വർഷക്കാലമാണ് ഈ നോവലിൻ്റെ ഒരു കഥനകാലം എന്ന് വേണമെങ്കിൽ പറയാം. 1835 റാങ് വാൾ റാങ് മരിക്കുന്നതോടുകൂടി നോവൽ തീരുന്നു. 1815 അദ്ദേഹം ഡി എന്ന നഗരത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ കുറ്റവാളിയായ റാങ് വാൾ റാങ് ഡി എന്ന നഗരത്തിൽ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന് അവിടെ എവിടെയും അഭയം ലഭിക്കുന്നില്ല. തണുപ്പ് കാലമാണ്, യൂറോപ്പിലെ കടുത്ത തണുപ്പാണ്. ഒരു നെരിപ്പോടിനടുത്ത് അല്പനേരം തീ കായാനും അല്പം ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിന് അദമ്യമായ ആഗ്രഹമുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ശേഷമാണ് ഡി എന്ന നഗരത്തിൽ എത്തിച്ചേരുന്നത്, ജയിൽ മോചിതനായതിനു ശേഷം. പക്ഷേ അദ്ദേഹത്തിന് പ്രവിശ്യകളിൽ നിന്ന് പ്രവിശ്യകളിലേക്ക് സഞ്ചരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാനുമതി പത്രം എന്ന് പറയുന്നത്, റാങ് വാൾ റാങ്ങിൻ്റെ യാത്രാനുമതി പത്രം മഞ്ഞ നിറത്തിലാണ് നൽകിയിട്ടുള്ളത്. കുറ്റവാളികളായ ആളുകൾക്ക് നൽകുന്ന പാസ്പോർട്ട്, ഇന്നത്തെ പാസ്പോർട്ടിന് സമാനമാണ് 19ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൽ ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രാനുമതി പത്രം. ഈ യാത്രാനുമതി പത്രം മഞ്ഞ നിറത്തിലാണ് എന്നതിനർത്ഥം ഇയാൾ ജയിൽ മോചിതനായി വരികയാണ്, അല്ലെങ്കിൽ ഇയാൾക്കൊരു കുറ്റവാളി എന്ന ഭൂതകാലം ഉണ്ട് എന്ന് ആ പാസ്പോർട്ട് നമ്മോട് പറയുകയാണ്. സ്വാഭാവികമായിട്ട് ഡിയിലെ നഗരത്തിൽ എത്തിച്ചേരുമ്പോൾ റാങ് വാൾ റാങ് ഒരു കുറ്റവാളിയാണ്, ഒരു മുൻ കുറ്റവാളിയാണ് എന്ന് ആ നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഡി എന്ന നഗരത്തിൽ റാങ് വാൾ റാങ്ങിന് എവിടെയും അഭയം കിട്ടുന്നില്ല. അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ആദ്യം ഒരു ഹോട്ടലിൽ ചെല്ലുന്നു. കയ്യിൽ പണമുണ്ട്, പക്ഷേ പണം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അവിടെ അഭയം ലഭിക്കുന്നില്ല. യാത്രാനുമതി പത്രം മഞ്ഞ നിറത്തിലാണ് എന്ന് അറിയുന്ന ഹോട്ടലുകാരൻ അയാളെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിടുന്നു. അയാൾ മറ്റ് ഹോട്ടലിനേക്കാളും കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള ഇടങ്ങളിൽ അഭയം തേടി ചെല്ലുന്നു. ഭക്ഷണം, അല്പം വിശ്രമം, ഇതാണ് അദ്ദേഹത്തിന് ആവശ്യം. പക്ഷേ അവിടെ നിന്നും മാറ്റി ഓടിക്കപ്പെടുന്നു. ഒരു വീട്ടിൽ അദ്ദേഹം ചെന്ന് ചേരുന്നുണ്ട്. ആ വീട്ടിൽ നിന്നും അവിടെ നിന്നും മാറ്റി ഓടിക്കപ്പെടുന്നു. ഒടുക്കം ഒരു പട്ടിക്കൂട്ടിൽ അഭയത്തിന് വേണ്ടി ചെല്ലുമ്പോൾ പട്ടിക്കൂട്ടിൽ നിന്നും അയാൾ ആട്ടി ഓടിക്കപ്പെടുന്നു. പട്ടി കുറച്ച് അയാളെ പുറത്താക്കുന്നു. അങ്ങനെ ഒരു സിമൻറ്റ് ബെഞ്ചിൽ കിടന്നിട്ട് അയാളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു പട്ടി പോലും അല്ലല്ലോ, ഒരു പട്ടി പോലും അല്ലാതായി പോകുന്ന ഒരു മനുഷ്യനായി റാങ് സ്വയം ആത്മനിന്ദയോടുകൂടി, ലോകത്തോട് മുഴുവനുള്ള ഒരു പ്രതികാരവാഞ്ചയോടുകൂടി ഈ
എന്താണ് ഈ സിമൻറ്റ് ബെഞ്ചിൽ കിടക്കുമ്പോഴാണ് ഒരു വൃദ്ധ വന്നിട്ട് ഴാങ്ങിനോട് പറയുന്നത്, നീ എന്താണ് ഈ തണുപ്പത്ത് കിടക്കുന്നത്? അപ്പോൾ എനിക്കൊരു അഭയമില്ല, ഈ നഗരത്തിൽ എവിടെ അഭയമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഴാങ്ങിനോട് വൃദ്ധ പറയും, നോക്കൂ, ആ ദൂരെ കാണുന്ന വെളിച്ചം കാണുന്ന ആ വീടില്ലേ, നീ അവിടെ അഭയം തേടി ചെന്നിരുന്നുവോ? അപ്പം ഴാങ് പറയില്ല. വൃദ്ധ അങ്ങോട്ട് പറഞ്ഞു വിടും, ആ വീട്ടിൽ ചെല്ലൂ, നിനക്ക് അവിടെ അഭയം കിട്ടും. ആ വീട് ഡീലെ മെത്രാൻ്റെ, ഈ ബിഷപ്പിൻ്റെ വീടായിരുന്നു. ഈ ബിഷപ്പിനെ നോവൽ തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അതിൻ്റെ ധാർമ്മികത, നൈതിക ബോധം, ഇവയൊക്കെ നോവലിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഴാങ്ങിനെ തൻ്റെ സഹോദരനെ എന്നതുപോലെ സ്വീകരിക്കുന്ന ഈ ഡീലെ മെത്രാൻ, അദ്ദേഹം തൻ്റെ സഹോദരൻ എന്ന പോലെയാണ് സ്വീകരിക്കുന്നത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഴാങ് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരാണെന്ന് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ എന്ന് ബിഷപ്പിനോട് ഴാങ് ആവർത്തിച്ച് പറയുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും ബിഷപ്പിനെ അലട്ടുന്ന പ്രശ്നമേ അല്ല. അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല. മറിച്ച് ഴാങ്ങിന് എന്താ പറയുക, ഈ ഴാങ്ങിനെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ സഹോദരൻ എന്ന പോലെ സ്വീകരിച്ചിരുത്താനും അയാൾക്ക് ഭക്ഷണം കൊടുക്കാനുമാണ് മെത്രാൻ മുതിരുന്നത്. ഒരു അവസാനം ഗതികെട്ട് ഴാങ് പറയും, ഞാൻ ആരാണെന്ന് പറയാൻ എന്നെ ഒന്ന് അനുവദിക്കുക, എൻ്റെ പേരെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ അതിനനുവദിക്കൂ എന്ന് പറയുമ്പോൾ ഡീലെ മെത്രാൻ തിരികെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ആരായാലും നിങ്ങൾ ഈ വീട്ടിൽ അന്യനല്ല, ഈ വീട് എൻ്റേതല്ല, നിങ്ങളുടേതാണ്, എൻ്റെ വീടിനേക്കാൾ ഇത് നിങ്ങളുടെ വീടെന്നുള്ള നിലയിൽ നിങ്ങൾ ഇവിടെ പെരുമാറണം, ശരിയായ വാക്കതല്ല, പെരുമാറണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഡീലെ മെത്രാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു പക്ഷേ വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭാഗങ്ങളിലൊന്ന് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പോൾ ഡീലെ മെത്രാൻ ഴാങ്ങിനോട് പറയും, എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു പേര് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഴാങ് അത്ഭുതപ്പെട്ട് ചോദിക്കും, ആണോ, എൻ്റെ പേര് നിങ്ങൾക്കറിയാമായിരുന്നോ എന്ന്. അപ്പം ഡീലെ മെത്രാൻ പറയും, ഉവ്വ്, എനിക്കറിയാമായിരുന്നു, നിങ്ങളുടെ പേര് എൻ്റെ സഹോദരൻ എന്നാണ് എന്ന് ഈ ഡീലെ മെത്രാൻ പറയുന്നൊരു ഭാഗമുണ്ട്. അത് ഴാങ്ങിനെ ഉടനീളം പിടിച്ചു കുലുക്കുന്നുണ്ട്. പക്ഷേ അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഡീലെ മെത്രാൻ്റെ ഈ ബിഷപ്പ് ഹൗസിൽ കിടന്നുറങ്ങുന്ന ഴാങ്ങിനുള്ളിലെ കുറ്റവാളി ഉണരുന്നു. അയാൾ വെള്ളി സാമാനങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളിയിലുണ്ടാക്കിയിട്ടുള്ള ധാരാളം വീട്ടുപകരണങ്ങൾ ആ വീട്ടിലുള്ളത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഉള്ളിലുള്ള കുറ്റവാളി ഉണരുകയും തനിക്ക് അഭയം നൽകിയ മനുഷ്യനോടുള്ള കടപ്പാടൊരു ഭാഗത്തും തൻ്റെ ഉള്ളിലുള്ള കുറ്റവാളി എന്ന സ്വത്വം മറുഭാഗത്തും തമ്മിലുള്ള സംഘർഷത്തിൽ ഒടുക്കം ഈ കുറ്റവാളി വിജയിക്കുകയും ഈ വെള്ളി സാമാനങ്ങളുമായിട്ട് മോഷ്ടിച്ച് അവിടെ നിന്ന് അദ്ദേഹം മോഷ്ടിച്ച ആ രാത്രി ഒരു കള്ളനെ പോലെ പുറത്ത് ചാടുകയും ചെയ്യും. പക്ഷേ പോലീസുകാർ അറസ്റ്റ് ചെയ്യും. തിരികെ ഈ തൊണ്ടി സാമാനങ്ങളുമായിട്ട്, ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച വെള്ളി സാമാനങ്ങളുമായിട്ട് ബിഷപ്പിനടുത്ത് പോലീസുകാർ എത്തിച്ചേരുമ്പോൾ ബിഷപ്പ് പോലീസുകാരോട് പറയും, ഇത് ഞാൻ ഴാങ്ങിന് സമ്മാനം നൽകിയതാണ്, ഇതെൻ്റെ സുഹൃത്താണ്, ഞാൻ സമ്മാനം നൽകിയ സാമാനങ്ങളാണ് ഇവയൊക്കെ, വെള്ളി സാമാനങ്ങളാണ് എന്ന് മാത്രമല്ല ഴാങ്ങിനോട് ബിഷപ്പ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഞാൻ മറ്റൊരു സാധനം കൂടി തന്നിട്ടുണ്ടല്ലോ, അത് എന്താണ്, മെഴുകുതിരി കത്തിച്ച് വെക്കാനുള്ള വെള്ളി സ്റ്റാൻഡ്, അത് കൊണ്ടുപോയിട്ടില്ലല്ലോ, അതുകൂടി കൊണ്ടുപോകൂ എന്ന് അങ്ങോട്ട് പറയുന്ന. അപ്പോൾ ഴാങ്ങിനെ ഇതൊക്കെ ഭയങ്കര അതിഭീകരമായ നിലയിൽ അയാളെ പിടിച്ചുലയ്ക്കും എന്ന് മാത്രമല്ല. അപ്പോൾ പോലീസുകാർ സ്വാഭാവികമായിട്ട് ബിഷപ്പ് സമ്മാനം നൽകിയതായതിനാൽ തന്നെ ഞങ്ങൾക്കിതിൽ റോളില്ല എന്നതിൽ പോലീസ് പിന്തിരിയും. അപ്പോൾ ഴാങ്ങിനോട് ഈ ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സത്യവാനായിരിക്കുമെന്ന് നിങ്ങളെനിക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്, നിങ്ങളെനിക്ക് പ്രതിജ്ഞ തന്നിട്ടുള്ളത് ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഴാങ്ങിനോട് ഡീലെ മെത്രാൻ പറയും. ഒരു സത്യവാനായിരിക്കാമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഴാങ് വാൾഴാങ്ങിനോട് ഡീലെ മെത്രാൻ പറയുന്നു. വാസ്തവത്തിൽ ഴാങ് വാൾഴാങ് അങ്ങനെ ഒരു ഉറപ്പും അങ്ങനെ ഒരു പ്രതിജ്ഞയും ഡീലെ മെത്രാൻ എന്ന ഈ ബിഷപ്പിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഡീലെ മെത്രാൻ അങ്ങോട്ട് പറയുകയും ഈ പ്രതിജ്ഞ, ഞാൻ ബിഷപ്പിന് ഇങ്ങനെ ഒരു പ്രതിജ്ഞ, ഒരു സത്യവാനായിരിക്കുമെന്ന പ്രതിജ്ഞ നൽകിയിട്ടുണ്ടല്ലോ എന്നൊരു ബോധ്യം, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ബിഷപ്പിൻ്റെ ഈ ഒരു പറയൽ ഒരു മനസാക്ഷി എന്ന പോലെ ഴാങ്ങിൻ്റെ ജീവിതത്തിൽ ഉടനീളം തുടരും. അയാൾ സത്യവാനായിരിക്കാൻ ബിഷപ്പിന് കൊടുത്ത ഈ വാക്ക് പാലിക്കാൻ വേണ്ടി ഒരു മുഴു മനുഷ്യനായി, ഒരു പൂർണ്ണ മനുഷ്യനായി പതുക്കെ
പരിവർത്തിക്കുന്ന കഥ കൂടിയാണ് പാവങ്ങൾ. മറുഭാഗത്ത് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മറുഭാഗത്ത് എന്തിനാണ് ഴാങ് ജയിലിൽ പോയത് എന്നുള്ളതാണ്. ഴാങ് ഒരു 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 ദരിദ്രനായ, മരം വെട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി, ദരിദ്രനായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഒരു സഹോദരി മാത്രമാണുള്ളത്, ഒരു ചേച്ചി മാത്രമാണുള്ളത്. ചേച്ചിയും ചേച്ചിയുടെ കുട്ടികളുമായിട്ട് കഴിയുന്ന ഒരു 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 എന്താണ് ഒരു ഗ്രാമത്തിൽ കഴിയുന്ന ഒരു മരം വെട്ടുകാരനായിരുന്നു ഴാങ് വാൾഴാങ്. 7 കുട്ടികളാണ് ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മഴക്കാലം വന്നപ്പോൾ പണിയില്ലാതായപ്പോൾ തൻ്റെ സഹോദരിയുടെ കുട്ടികൾ വിശന്ന് കരയുന്ന സഹോദരിയുടെ കുട്ടികളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഒരു റൊട്ടിക്കടയിൽ നിന്ന് കണ്ണാടിച്ചില്ല് കുത്തിപ്പൊട്ടിച്ച് റൊട്ടി മോഷ്ടിച്ചു എന്ന കാരണത്താലാണ്. റൊട്ടി മോഷ്ടിച്ച് കുട്ടികളുടെ വിശപ്പടക്കാൻ വേണ്ടി റൊട്ടി മോഷ്ടിക്കുന്നു, കണ്ണാടിച്ചില്ല് കുത്തിപ്പൊട്ടിച്ചിട്ട് സ്വാഭാവികമായിട്ട് കടക്കാരനകത്തുണ്ടായിരുന്നു. അയാൾ ഉണരുന്നു, അയാൾ ഴാങ്ങിനെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടുന്നു. ഴാങ് റൊട്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓടുമെങ്കിലും കയ്യിൽ ഗ്ലാസ് കുത്തിക്കീറി ചോര ഉണ്ടായിരുന്നു. ഇത് തെളിവായി കാണുകയും ഴാങ്ങിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും പോലീസ് വിചാരണ നടത്തുകയും വിചാരണയ്ക്കൊടുവിൽ നിയമവ്യവസ്ഥ വിചാരണ നടത്തുകയും വിചാരണയ്ക്കൊടുവിൽ ഭവനവേതനത്തിനും മോഷണത്തിനുമായിട്ട് 5 വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെടുകയും ചെയ്യുകയാണ് ഴാങ് എന്ന ചെറുപ്പക്കാരൻ. 5 വർഷക്കാലമായി ജയിലിൽ ശിക്ഷ അനുഭവിച്ചുവെങ്കിലും മോചിതനാവുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അയാൾ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു. വെറുതെ അല്ല ജയിൽ ചാടാൻ വേണ്ടി ശ്രമിക്കുന്നത് തൻ്റെ സഹോദരിയുടെ മക്കളെക്കുറിച്ച് അറിയുമ്പോഴാണ്. ഇപ്പോൾ ഒരു ഇളയ കുട്ടി മാത്രമേ തൻ്റെ സഹോദരിയുടെ കൂടെയുള്ളൂ, ബാക്കിയുള്ളവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ആ കുട്ടിയാവട്ടെ ഇപ്പോൾ തൻ്റെ സഹോദരി ദൂരെ ഒരു നഗരത്തിൽ ഒരു പ്രസ്സിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോഴുള്ള കൂടെയുള്ള കുട്ടിക്ക് 5.5 വയസ്സാണ് പ്രായം. ബാക്കിയുള്ള കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 5.5 വയസ്സായി ഈ കുട്ടിയെയും കൊണ്ട് രാവിലെ ഫാക്ടറിയുടെ മുമ്പിലെത്തുന്ന അമ്മ 6 മണിയാകുമ്പോൾ ഫാക്ടറിക്ക് അകത്തേക്ക് കയറും. കുട്ടിക്ക് അകത്തേക്ക് കയറാൻ പ്രവേശനമില്ല. കുട്ടി അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി നടക്കില്ല എന്നുള്ളതാണ് മാനേജറുടെ വാദം. അതുകൊണ്ട് കുട്ടി പുറത്ത് വെക്കും. 5.5 വയസ്സായ കുട്ടി രാവിലെ 6 മണിക്ക് പുറത്ത് വെക്കും. 8 മണിക്ക് സ്കൂള്, തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്. ആ സ്കൂൾ 8 മണിക്കാണ് തുറക്കുക. അങ്ങനെ 6 മണി മുതൽ 8 മണി വരെ ഫാക്ടറിയുടെ പുറത്ത് തണുത്ത് വിറങ്ങലിച്ചും മഴ കൊണ്ടും തണുപ്പ് മാറ്റാൻ വേണ്ടി ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന തൻ്റെ സഹോദരിയുടെ മകളുടെ അവസ്ഥ അറിയുമ്പോഴാണ് ഴാങ് വാൾഴാങ് ആദ്യമായിട്ട് ജയിലിൽ ചാടുന്നത്. ജയിലിൽ ചാടിയെങ്കിലും അയാൾ പിടിക്കപ്പെടും. അങ്ങനെ പലവട്ടം ജയിലിൽ ചാടുകയും പലവട്ടം പിടിക്കപ്പെടുകയും ചെയ്തിട്ട് 19 വർഷക്കാലമായിട്ട് അയാളുടെ കാരാഗ്രഹവാസം നീളും. അങ്ങനെ തൻ്റെ സഹോദരിയുടെ മക്കൾക്ക്, വിശന്ന് കരയുന്ന കുട്ടികൾക്ക് വിശപ്പകറ്റാൻ വേണ്ടി റൊട്ടി മോഷ്ടിച്ചു എന്ന കാരണത്താൽ 19 വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാളാണ് ഈ കഥാപാത്രം. വാസ്തവത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നീതിയെയും നിയമത്തെയും സംബന്ധിച്ചുള്ള ഒരു ദാർശനിക ചോദ്യമാണ്. നീതിയും നിയമവും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ്? നിയമം പാലിക്കലാണോ നീതി എന്ന ഒരു ചോദ്യം കൂടി ഈ നോവൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 പ്രധാനപ്പെട്ട തീമാണ്, 2 പ്രമേയങ്ങളാണ് ഈ നോവൽ മലയാളികളുടെ മുമ്പിൽ വെച്ചത്. അതൊന്ന് അനുകമ്പ എന്ന് പറയുന്നതാണ്. ദരിദ്രരോട്, വിശക്കുന്നവരോട്, പീഡ അനുഭവിക്കുന്നവരോട്, കുട്ടികളോട്, എന്താ പറയുക, ദുർബലരോട്, പീഡ അവരോട്, ദരിദ്രരോട് ഒക്കെയുള്ള ഉപാധികളില്ലാത്ത സ്നേഹവും ഉപാധികളില്ലാത്ത അനുകമ്പയും ഉപാധികളില്ലാത്ത കരുണായുടെ ഭാവവുമാണ് ഈ നോവൽ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഡീല മെത്രാൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഴാങ് വാൾഴാങ് എന്ന യുവാവിലൂടെ, അയാളുടെ ജീവിതത്തിലൂടെ ഈ കരുണയുടെ ഒരു മഹാസാഗരം മലയാളിയുടെ മുമ്പിൽ ഒരു ഭാഗത്ത് പാവങ്ങൾ അവതരിപ്പിച്ചു. മറുഭാഗത്ത് പാവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നീതിയും നിയമവും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു. നീതി എന്നത് നിയമം നടപ്പാക്കലാണോ എന്നത് കൂടിയായിരുന്നു. ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ന്യൂറംബർഗ് വിചാരണയുടെ വേളയിൽ, അതിൽ കുറ്റവാളികളെ വിചാരണ ചെയ്യുമ്പോൾ കുറ്റവാളികളായ നാസി ഉദ്യോഗസ്ഥരെല്ലാവരും പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഞങ്ങൾ നിയമം അനുസരിക്കുക മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ജൂതരെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട നാസി ഉദ്യോഗസ്ഥരെല്ലാവരും പറയാൻ ശ്രമിച്ചത് ഞങ്ങൾ ഫ്യൂററുടെ നിയമം അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിയമം നടപ്പിലാക്കലാണോ നീതി എന്നൊരു ചോദ്യം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് ഫ്രാൻസിൽ യുഗോ ഉയർത്തി. 1925 അത് മലയാളത്തിലും നാലപ്പാട്ട് നാരായണ മേനോനിലൂടെ ഉയർന്നു വന്നു. നിയമവും നീതിയും തമ്മിലൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ടോ? നിയമം നടപ്പാക്കലാണോ നീതി? പാവങ്ങളോട്, ദരിദ്രരോട്, പീഡ അനുഭവിക്കുന്നവരോട് അനുകമ്പ
അനുകമ്പ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു അനുകമ്പാപൂർണമായ ഒരു ജീവിതം നാം നയിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം കൂടി മറുഭാഗത്ത് പാവങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ ഈ രണ്ട് തീം മലയാളത്തിൽ പ്രവർത്തിക്കുന്നത് പാവങ്ങൾ എന്ന് പറയുന്ന നോവലിലൂടെ കൂടെയാണ് എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു വലിയ വിച്ഛേദം സൃഷ്ടിക്കാൻ പാവങ്ങൾക്ക് കഴിഞ്ഞു. അതുവരെ നമ്മുടെ നോവൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അതുവരെ നമ്മുടെ നോവലിൽ കഥാപാത്രങ്ങളായി വന്നുകൊണ്ടിരുന്നത് സമൂഹത്തിൽ ഏറ്റവും അഭിജാത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായിരുന്നു. അഭിജാത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ സാംസ്കാരിക പ്രശ്നങ്ങളും സാംസ്കാരിക ആകുലതകളുമായിരുന്നു നമ്മുടെ നോവലിൻ്റെ പ്രമേയ മണ്ഡലത്തെ നിർണ്ണയിച്ചു പോന്നിരുന്നതെങ്കിൽ പാവങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കാണുന്ന ഈ നിലയിലുള്ള കുറ്റവാളികളായ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ ജീവിക്കുന്ന, തെരുവുകളിൽ ജീവിക്കുന്ന തെരുവ് കുട്ടികൾ എത്രയോ പാവങ്ങളിൽ കടന്നു വരുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ ജീവിക്കുന്ന, തെരുവുകളിൽ ജീവിക്കുന്ന, അദൃശ്യരാക്കപ്പെട്ട, അല്ലെങ്കിൽ എവിടെയും അടയാളപ്പെടുത്തപ്പെടാതെ പോകുന്ന മനുഷ്യരുടെ കഥയാണ് പാവങ്ങൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് പാവങ്ങൾ വലിയ നിലയിലുള്ളൊരു വിച്ഛേദം മലയാള സാഹിത്യത്തിൽ സൃഷ്ടിച്ചു എന്ന് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുവരെയുള്ള അഭിജാതമായ, കുലീനമായ സാംസ്കാരിക പ്രശ്നങ്ങളാണ് സാഹിത്യത്തിൻ്റെ വിഷയമാകേണ്ടത് എന്ന് കരുതിപ്പോന്നിരുന്ന സാഹിത്യ മണ്ഡലത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ദൈനംദിന ജീവിതം, ദരിദ്രരുടെ, പട്ടിണി കിടക്കുന്നവരുടെ, ഓരങ്ങളിലായി പോകുന്ന മനുഷ്യരുടെ ദൈനംദിന ജീവിതവും അവരുടെ ജീവിതാനുഭവങ്ങളും സാഹിതീയമായൊരു വിഷയമാണ് എന്ന് വന്നു ചേർന്നത് പാവങ്ങളോടുകൂടിയാണ്. പാവങ്ങൾ ആ നിലയിൽ മലയാള സാഹിത്യത്തിൽ ഒരു നവോത്ഥാനം സൃഷ്ടിച്ചു എന്ന് പറയാം. അതിനെ തുടർന്നാണ് നമ്മൾ കാണുന്ന വലിയ എഴുത്തുകാരെല്ലാവരും രംഗപ്രവേശം ചെയ്യുന്നത്. അത് വൈക്കം മുഹമ്മദ് ബഷീർ ആവട്ടെ, അത് തകഴി ആവട്ടെ, അത് എസ് കെ പൊറ്റക്കാട്ടാവട്ടെ, അത് കേശവദേവ് ആവട്ടെ, അത് പൊൻകുന്നം വർക്കി ആവട്ടെ, ലളിതാംബിക അന്തർജന ആവട്ടെ, ഇങ്ങനെ നമ്മൾ കാണുന്ന 1940-കൾ തൊട്ട് മലയാളത്തിൽ ആരംഭിക്കുന്ന വലിയ എഴുത്തുകാരെല്ലാവരും പാവങ്ങളുടെ പ്രചോദനത്താൽ, പാവങ്ങളാൽ ആകർഷിക്കപ്പെട്ടാണ് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ബഷീറിൻ്റെ ആദ്യത്തെ കഥ എൻ്റെ തങ്കം എന്നാണ് ബഷീറിൻ്റെ ആദ്യത്തെ കഥ. നിങ്ങൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഷീർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓരങ്ങളിലായി പോകുന്ന യാചകരുടെ, ദരിദ്രരുടെ, പെറുക്കികളുടെ കഥയാണ് എൻ്റെ തങ്കം എന്ന് പറയുന്ന കഥ. ആ കഥ ഓരങ്ങളിലായി പോകുന്ന, അദൃശ്യരായി പോകുന്ന മനുഷ്യരുടെ യാതനകളാണ് ബഷീർ കഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് തന്നെയാണ് തകഴിയും കൊണ്ടുവന്നത്. ഇത് തന്നെയാണ് എസ് കെ പൊറ്റക്കാട്ടോ അല്ലെങ്കിൽ കേശവദേവോ ലളിതാംബിക അന്തർജനോ പൊൻകുന്നം വർക്കിയോ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇങ്ങനെയുള്ള മനുഷ്യരെ സാഹിത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു. ഇത് ആരംഭിക്കുന്നത് പാവങ്ങളിൽ നിന്നാണ് എന്ന് നമുക്കിന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. ആ നിലയിൽ മലയാള സാഹിത്യത്തിൻ്റെ അതുവരെയുള്ള ഒഴുക്കിനെ തടഞ്ഞു നിർത്തി, അതുവരെ അത് ഒഴുകിക്കൊണ്ടിരുന്നത് മേലാപ്പിലൂടെ, മണ്ണിൽ തൊടാതെ ഏതോ ആകാശത്തിലൂടെയുള്ള ഒഴുക്കിനെ അവസാനിപ്പിക്കുകയും മണ്ണിലൂടെയുള്ള ഒരു സഞ്ചാരമായി മലയാള സാഹിത്യത്തെ മാറ്റുകയും ചെയ്തത് പാവങ്ങൾ എന്ന കൃതിയാണ് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുവാൻ കാണാം. അതുകൊണ്ട് പാവങ്ങളുടെ 100 വർഷം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൻ്റെ ഒരു വിചാരമാതൃകാ വ്യതിയാനത്തിൻ്റെ 100 വർഷം കൂടിയാണ് എന്ന് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റും.